നമ്മുടെ സൂര്യേട്ടനെ കണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ പോവുകയാണ് കേട്ടോ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺഡേ ആണ് കേട്ടോ. നമ്മൾ ഒരുപാട് നാളായിട്ട് വിചാരിക്കുകയായിരുന്നു ബീച്ചിലൊന്ന് പോകണമെന്ന്. അങ്ങനെ സമയവും സന്ദർഭവും ഒക്കെ ഒത്തുകിട്ടിയപ്പോഴത്തേക്കിനും നമ്മളിത് വൈപ്പിൻ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ പോകുമ്പോഴുള്ള കാഴ്ചയാണിത്. നമ്മൾ പുതുവൈപ്പിൻ ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല, പക്ഷെ കുറേ കാലം എടുത്തു കേട്ടോ ഇവിടെ ഒന്ന് എത്താനായിട്ട്. അങ്ങനെ പാറുക്കുട്ടിയും അമ്മുക്കുട്ടിയും ഒക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ബീച്ചിൽ എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ബീച്ചിൽ പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പാറുക്കുട്ടി കണ്ടില്ലേ, ഈ ഒരു ഡ്രസ്സിനകത്ത് സ്വിമ്മിങ് സൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പാറുക്കുട്ടിക്ക് വെള്ളത്തിൽ കളിക്കണമെന്നും പറഞ്ഞ് വന്നതാണ്. ഈ സ്കൈയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കണ്ട് ദൂരെ നിന്ന് പട്ടമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇത് കണ്ടപ്പോഴത്തേക്കിനും. ഞങ്ങൾ കൽക്കട്ടയിലായിരുന്നപ്പോഴാണ് ലാസ്റ്റിൽ പട്ടം പറത്തിയത്, അതായത് 2019. അവിടെ ഈ പട്ടമൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അവിടുത്തെ കുട്ടികളൊക്കെ എല്ലാ ദിവസവും പട്ടം പറത്താറുണ്ട്. പാറുകുട്ടി ആ സമയത്തൊക്കെ പട്ടം പറത്താറുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ കേരളത്തിൽ വന്നിട്ട് ഇതുവരെയായിട്ടും പട്ടം പറത്താനുള്ളൊരു അവസരം കിട്ടിയില്ല. ഈ സൺഡേ ആണ് കേട്ടോ നമ്മൾ പട്ടം പറത്തിയത്. എനിക്കിത് കണ്ടപ്പോൾ ഇല്ലേ, സത്യം പറഞ്ഞാൽ പാറുക്കുട്ടിയേക്കാളും അമ്മുക്കുട്ടിയേക്കാളും ഒക്കെ സന്തോഷം എനിക്കായിരുന്നു. ഈ പട്ടമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും അല്ലേ. പട്ടം പറത്താൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. പട്ടം പറത്തിയിട്ടുള്ളവരും കമൻറ്റ് ചെയ്യണം. പട്ടം പറത്താനായിട്ട് ആഗ്രഹമുള്ളവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ പട്ടം പറത്തിയിട്ടൊന്നുമില്ല കേട്ടോ. അമ്മുക്കുട്ടി പറത്തിയിട്ടില്ല. അമ്മുക്കുട്ടി കുഞ്ഞുവാവയായിരുന്നു കേട്ടോ ആ സമയത്ത്. പാറുക്കുട്ടി പക്ഷെ പട്ടമൊക്കെ പറത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ പട്ടം പറത്താനായിട്ട് അന്ന് ക്രേസ് ഒന്നും തോന്നിയില്ല. പക്ഷെ ഇന്ന് ഈ ഒരു ബീച്ചിൽ വന്നപ്പോഴത്തേക്കിനില്ലേ, ആ ബീച്ചിൽ മൊത്തം പട്ടം പറത്താനായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേസ്. അത് കണ്ടപ്പോൾ സത്യമായിട്ടും എനിക്കും പട്ടം പറത്താൻ കൊതിയായി കേട്ടോ. ഈ പട്ടമില്ലേ, ഈ പറന്ന് പറന്ന് പോകാൻ തുടങ്ങുന്ന പട്ടം, ഇത് നമ്മുടെ പാറുക്കുട്ടി മേടിച്ച പട്ടമാണ് കേട്ടോ. പാറുക്കുട്ടി പട്ടം മേടിച്ച് കണ്ടപ്പോഴത്തേക്കിനും അമ്മുക്കുട്ടി വന്നു, അമ്മുക്കുട്ടിക്കും പട്ടം വേണമെന്ന് കേട്ടോ. എന്ത് രസമായിട്ടാണെന്നറിയാവോ ഈ ഒരു സ്ഥലത്ത് പോയപ്പം പട്ടം പറക്കുന്നത്. കടലിൽ നിന്ന് വരുന്ന കാറ്റ്, പറയുന്നതൊക്കെ തെറ്റിപ്പോകുന്ന ക്ഷമിക്കുക കേട്ടോ. കടലിൽ നിന്ന് വരുന്ന കാറ്റ് കൊണ്ടില്ലേ നല്ല അസലായിട്ട് പട്ടമൊക്കെ പറക്കുന്നുണ്ട്. കൽക്കട്ടയിൽ വന്ന സമയത്ത് പക്ഷേ നമ്മളിങ്ങനെ കുറേ ട്രൈ ചെയ്താലേ പറക്കത്തുള്ളായിരുന്നു കേട്ടോ. പക്ഷെ ഇത് നല്ല സ്മൂത്തായിട്ട് പറന്നു പോകുന്നുണ്ട്. അപ്പോൾ പട്ടമൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അമ്മുക്കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ ഏത് പട്ടം വേണമെന്ന്. അപ്പോൾ അമ്മുക്കുട്ടി ഡോറേമോൻ്റെ പട്ടം മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതെടുത്തിട്ടുണ്ട്. അമ്മുക്കുട്ടി ഭയങ്കര ഹാപ്പിയായേ. ചെരുപ്പ് കാലയിലിടും. ഓ കാലയിലിട് കുഞ്ഞ. നൂല് വിട്ട് കൊടുക്കണം. എന്നാ കുഞ്ഞാപ്പി പിടി. നൂലപ്പിടി വിടരുത്, വിട്ടാ പറന്നു പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാറുക്കുട്ടിയും അമ്മുക്കുട്ടിയും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ അമ്മുക്കുട്ടി നൂല് വിട്ടുപോകുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നേ. അത് നൂല് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പറന്നു പോകുമല്ലോ, പിന്നെ അമ്മുക്കുട്ടി അവിടെ കരച്ചിലായിരിക്കും. അതോർത്തിട്ടായിരുന്നു കേട്ടോ എനിക്ക് ടെൻഷൻ മൊത്തം. പക്ഷേ അമ്മുക്കുട്ടി നല്ല കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് കേസ്. പാറുക്കുട്ടി കണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുന്നുണ്ട്. ആ മരത്തിൻ്റെ അടുത്തോട്ട് പോവല്ലേ പാറുക്കുട്ടി, അതിനകത്ത് കുടുങ്ങി പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു കേട്ടോ. പാറുക്കുട്ടി പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊന്നും പോയില്ല, അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് പറത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയായിരുന്നു. നോക്കിക്ക് നമ്മുടെ പാറുക്കുട്ടിയും അമ്മുക്കുട്ടിയും ഒക്കെ പട്ടം പറത്തുന്നത് എനിക്കങ്ങ് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യായിരുന്നു കേസ്. അത്രയും സന്തോഷമായിരുന്നു കേട്ടോ. ഞാനും പറത്തി, പപ്പയും പറത്തി, മൊത്തത്തിൽ പട്ടം പറത്തി ഹാപ്പിയായി ഗൈസ്. അപ്പോഴേക്കും പാറുക്കുട്ടി ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം, കടലിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഒട്ടും താമസിച്ചില്ല, വേഗം തന്നെ കടലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ബീച്ചിൽ പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മണ്ണാവും നനയും, എന്നാലും ആ ബീച്ചിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതടിപൊളിയല്ലേ ഗൈസ്. ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പാറുക്കുട്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ ചുമക്കുന്നുണ്ട് കേട്ടോ. തലമുടിയൊന്നും നനയ്ക്കല്ലേ പാറുക്കുട്ടി അമ്മുക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷേ
കടലമ്മ ഇത് വല്ലതും കേൾക്കുമോ ഗൈസ്? ഇവരവിടെ ഇരുന്ന സമയത്തില്ലേ വെള്ളമൊക്കെ തിരമാല വന്ന് അടിച്ച് തെറിപ്പിച്ച് തലമുടിയൊക്കെ നനഞ്ഞു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ഒരുപാട് നേരം നമ്മൾ ബീച്ചിൽ കളിച്ചു കേട്ടോ. പിള്ളേരുടെ ആഗ്രഹം പോലങ്ങ് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പാറുക്കുട്ടിക്ക് കുറച്ചുകൂടെയൊക്കെ ഇറങ്ങി പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ മുന്നോട്ട്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഇവിടെ മാത്രം ഇരുന്നാൽ മതി, കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് എന്തായാലും പാറുക്കുട്ടി അവിടെ തന്നെ ഇരുന്ന് അനുസരിച്ചു. എന്നിട്ട് കുറേ എൻജോയ് ചെയ്തു ഗൈസ്. ഇങ്ങനെ ബീച്ചിൽ കളിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണേ. ഈ ഡ്രസ്സിൻ്റെ അടിയിലല്ലേ പാറുക്കുട്ടി സ്വിമ്മിങ് സ്യൂട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മുക്കുട്ടിക്ക് ഭയങ്കര വിഷമമായിരുന്നു, അമ്മുക്കുട്ടിയുടെ സ്വിമ്മിങ് സ്യൂട്ട് ചെറുതായെന്നും പറഞ്ഞ്. ഇപ്പോൾ ഈ പാറുക്കുട്ടി ഇട്ടിട്ട് വരുന്ന ഇപ്പോൾ ഇട്ട ആ ഒരു സ്വിമ്മിങ് സ്യൂട്ടില്ലേ, അത് പാറുക്കുട്ടിയുടെ ഏത് പ്രായത്തിലുള്ളതെന്നറിയാമോ? നഴ്സറി വെച്ച് മേടിച്ചാണ് ഗൈസ്, നഴ്സറി വെച്ച്. എത്ര കൊല്ലമാണെന്ന് നോക്കിക്കേ. പാറുക്കുട്ടിക്ക് 4 വയസ്സുള്ളപ്പോൾ മേടിച്ചതാണ്. എന്നിട്ട് ഇപ്പോഴും പാറുക്കുട്ടിക്ക് അത് പാകാ. അതിന്നും കുഞ്ഞിലേ ആയിരുന്നു. ഇപ്പോൾ പാറുക്കുട്ടിക്ക് ഒരെണ്ണം വാങ്ങിയായിരുന്നു, അത് ചെറുതായിപ്പോയി. അതായിരുന്നു അമ്മുക്കുട്ടി കുറച്ച് നാൾ ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അമ്മുക്കുട്ടിയുടെ സ്വിമ്മിങ് സ്യൂട്ട് ചെറുതായെന്ന് പറഞ്ഞ് അമ്മുക്കുട്ടി ആകെ സങ്കടത്തിലായിരുന്നു കേട്ടോ. പിന്നെ അമ്മുക്കുട്ടിക്ക് വേറെ പുതിയതൊരെണ്ണം വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മുക്കുട്ടിക്ക് സമാധാനമായേ. പാറുക്കുട്ടി എന്തായാലും വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് സെറ്റായിട്ടാണ് കേട്ടോ വന്നത്. ഒരുപാട് നേരം കളിച്ചു കേസ്, നല്ല രസമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, നോക്കിക്കേ എത്ര പെട്ടെന്നാണ് നോക്കിക്കേ ഇരുട്ട് വീണത്. പക്ഷെ നമ്മളതൊന്നും അറിയുന്നില്ലായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഡേ ലൈറ്റ് മാറി ഇരുട്ടായല്ലോ എന്നിങ്ങനെ ആലോചിച്ചത് കേട്ടോ. പക്ഷേ ഇരുട്ടായതൊന്നും നമ്മൾ കാര്യമാക്കിയില്ലായിരുന്നു. നമ്മൾ പിന്നെയും അവിടെ കളിച്ചു കേട്ടോ ഒരുപാട് നേരം. എൻ്റെ ഡ്രസ്സ് എല്ലാം നനഞ്ഞു ഗൈസ്. ഈ പാറുകുട്ടിയും അമ്മുക്കുട്ടിയും വലിയ തിര ഇങ്ങനെ അടിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടി കേട്ടോ. അവരുടെ അടുത്തോട്ട് ഞാൻ ഓടിപ്പോവും, ആ വെള്ളം എല്ലാം കൂടെ എൻ്റെ ദേഹത്തോട്ട് വീഴും. എന്തായാലും അടിപൊളിയായിരുന്നു ഗൈസ്. മോനെ അപ്പൊ അത്രയും ദൂരം പോകണ്ട. പിന്നെ കടലിലെ വെള്ളത്തിന് പിന്നെ മധുരമാണോ? എടാ ഭൂമിന്ന് എഴുതടാ, ഭൂമിന്ന്. പാറു ഒത്തിരി അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് വലിയ തര വരുന്നു, ഇങ്ങോട്ട് വാ.
പാറു ഇങ്ങോട്ട് വാ പാറു. പാറു പറയുന്ന അമ്മു. വാ കാറിലാ അമ്മു വാ. ചെരുപ്പിട്ടാ ചെരുപ്പ്. അമ്മ പട്ടം വിട. ഇവിടെ ഇരുന്നു മോനെ പൊട്ടൊക്കെ എടുത്ത് കഴിക്കടാ. ആ പോട്ടെ. എന്താടാ എരിവൊന്നുമില്ല. പിന്നെ വെള്ളം നിന്നോട് ആരും പറഞ്ഞു തീർക്കാൻ. വേറെ വെള്ളമില്ല. പാനിപ്പൂരി കഴിച്ച പാറക്കുട്ടിയുടെ എക്സ്പ്രഷൻ കണ്ട് ചിരിച്ചൊരു വഴിയായി ഗീസ്. അങ്ങനെ ബീച്ചിലൊക്കെ പോയി പട്ടമൊക്കെ പറത്തി കുറേ നേരം കടലിൽ കളിച്ച് അടിച്ച് പൊളിച്ച് തിരിച്ച് വന്ന് ഡ്രസ്സൊക്കെ മാറി ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു, പിന്നെ സർബത്തൊക്കെ കുടിച്ചു. അങ്ങനെ വിശപ്പൊക്കെ മാറി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ സൺഡേ ഔട്ടിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ.